നമ്മൾ റീസെൻ്റ്ലി ചെയ്ത ബോബ് ടീമിൻ്റെ ഒരു വെഡിങ് നമുക്ക് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയ ഒരു വർക്കാണ്. അത് ഒരുപാട് പേര് ആൾക്കാർ കണ്ടിട്ട് നമ്മളെ വിളിച്ച് അപ്രിഷിയേറ്റ് ചെയ്തൊരു വർക്കാണ്. ഔട്ട് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പോലും നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു 3 മന്ത്സോളം അതിൻ്റെ പുറകെ നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ആ ഒരു ഔട്ട് നമുക്ക് കിട്ടിയത്. അപ്പം ക്ലയൻറ്റിൻ്റെ ഇനിഷ്യൽ ബ്രീഫിങ്ങിനകത്ത് നമുക്ക് അവർക്കൊരു ടിപ്പിക്കൽ സ്റ്റേജ് ഡെക്കർ എന്നുള്ള രീതിയിൽ പോകണ്ട എന്ന് പറഞ്ഞതിൽ നിന്ന് നമ്മൾ ആ കംപ്ലീറ്റ് ഏരിയ ട്രാൻസ്ഫോം ചെയ്യാം എന്നുള്ള ഒരു ഡിസിഷനിലെത്തി. നമ്മൾ ആ ഹോൾ കംപ്ലീറ്റ് ബ്ലാക്ക് മാസ്ക് ചെയ്ത് അതിനകത്ത് ഫുള്ള് ലൈറ്റ്സ്, ക്രിസ്റ്റൽസ്, ഫ്ലവേഴ്സ് വെച്ചിട്ട് ആ ഒരു ഹോളിലോട്ട് ഡോറ് തുറന്ന് കയറുമ്പം ആ ഹോളാണെന്ന് മനസ്സിലാവാത്ത രീതി നമ്മൾ ആ ഒരു ഹോളിനെ ട്രാൻസ്ഫോം ചെയ്തു. സ്കെച്ചിങ് സ്റ്റേജ് തൊട്ട് ഇനിഷ്യൽ ഐഡിയാസ് നമ്മൾ സ്കെച്ച് ചെയ്തു. നമ്മൾ പിന്നീട് അതിൻ്റെ ഒരു മൂഡ് ബോർഡിലേക്ക് വന്നു. ആ മൂഡ് ബോർഡിൽ നിന്ന് നമ്മളൊരു 3Dയിലേക്ക് വന്നു. ആ 3Dയിൽ നമ്മൾ കംപ്ലീറ്റ് വോക്ക് ത്രൂ, അതായത് ഓരോ സാധനങ്ങളും എവിടെയൊക്കെ പ്ലേസ് ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് നമ്മൾ സീലിംഗിൽ എന്തൊക്കെ പ്ലേസ് ചെയ്യണം, ഫ്ലവേഴ്സ് എന്തൊക്കെ പ്ലേസ് ചെയ്യണം എന്നുള്ളതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മാപ്പ് ചെയ്ത് അതിനൊരു വോക്ക് ത്രൂ അടിച്ച് അത് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ എക്സിക്യൂഷൻ ചെയ്തത്. 2 ദിവസം എടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ നമ്മൾ തീർത്തത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ ലൈറ്റ്സിൻ്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ട്, ക്രിസ്റ്റൽസിൻ്റെ ഇമ്പാക്ട്, ഫ്ലവേഴ്സിൻ്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ആദ്യം തന്നെ ആ ഓഡിറ്റോറിയത്തിലെ ഹോള് ഫുള്ള് നമ്മൾ ബ്ലാക്ക് മാസ്ക് ചെയ്ത് കവർ ചെയ്ത ഓഡിറ്റോറിയത്തിനകത്താണ് നമ്മൾ നമ്മുടെ എലമെന്റുകളെല്ലാം പ്ലേസ് ചെയ്തത്. ആ എലമെന്റുകൾ എന്ന് പറയുമ്പോൾ ഫ്ലവേഴ്സ്, ക്രിസ്റ്റൽസ്, പറഞ്ഞ ബാക്കി ലൈറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കി. എങ്ങോട്ട് നോക്കിയാലും ഒരു വൗ ഫാക്ടർ ഉണ്ടായിരിക്കണം. എല്ലാ ഫ്രെയിംസിലും എന്തെങ്കിലുമൊക്കെ ഡെക്കർ എലമെന്റ്സ് വരാൻ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. അതിപ്പം മേളിൽ നിന്ന് വരുന്ന ക്രിസ്റ്റൽ ഹാങ്ങിങ്സ് ആണെങ്കിലും ശരി, ഫ്ലോറൽ എലമെന്റ്സ് ആണെങ്കിലും ശരി, ഡാൻസ് ഫ്ലോർ ആണെങ്കിലും ശരി, ആർട്ടിസ്റ്റ് സ്റ്റേജ് ആണെങ്കിലും എല്ലാത്തിനകത്തും നമ്മൾ ആ ഒരു ഡെക്കറിന്റെ എലമെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു.